ഞാൻ എവിടെയായിരുന്നു? ഓ, നീ വലിയൊരു തിലോത്തമ്മ. ഞാനേ നേരത്തെ വന്ന് കുടം വെച്ചതാ ഇവിടെ. എന്നിട്ടാ കുടം ഇവിടെ? ആ കുടം തന്നെ ഈ കുടം ചെറിയൊരു ഓട്ട വീണതുകൊണ്ട് അടയ്ക്കാൻ കൊണ്ടുപോയതാ. തൽക്കാലം രാമകുട്ടിയാര് ഇല്ല, ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കും. ഒരു വക്കാലത്തുകാരൻ. കച്ചറ ഉണ്ടാക്കരുത്. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിനും നീതിക്കൊന്നും ഒരു വിലയില്ല. വലിയ വിലയൊന്നുമില്ല. ഇങ്ങോട്ട് പോരുന്നവരെ താ പോടെ കള്ള മാപ്പിള. ഞാനൊന്ന് നോക്കട്ടെ. ദേഹത്തോട്ട് കളിക്കരുത്. ഞാൻ പൊക്കോളാം. 100 പുളി കടം തരോ, 500 പഞ്ചാര കടം തരോ, ഒലക്കയുടെ മൂട് കടം തരോ, താ പടരിക്കുക. എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഈ തെരുവിൽ മാത്രം വെള്ളത്തിന്റെ പൈപ്പ് ഒരു കാലത്തും വരില്ല. എങ്ങനെയാ വരിക? നേരും നെറിവുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോ ഈ തെരുവില്? അപ്പൊ രാമേട്ടനോ? ദേ, കളിത്തമാശയൊക്കെ അവനവന്റെ പ്രായത്തിലുള്ളത് മതി കേട്ടോ. അതെ, നീ ഇങ്ങനെ പുറകെ നിന്നാലേ നിന്റെ അച്ഛനെ നാളെ പോകാനൊക്കൂ. പുലർച്ചയ്ക്ക് എഴുന്നേക്കഞ്ഞിട്ടല്ലേ? കുട്ടികളായാലും അനുസരണ വേണം. മുതിർന്നവരോട് ഇത്തിരി ബഹുമാനം വേണമെന്ന് കൂടെ പറഞ്ഞു കൊടുക്ക. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഉച്ച വരെ കുഴമ്പ് പെരട്ടി ഇതിനകത്ത് ഇങ്ങനെ നടന്നോളൂ. അവളാണെങ്കിൽ ഏറ്റവും പുറയില്ല. വണ്ടി വിട്ട് വന്നിട്ടും ഇല്ല. 10 മണിക്ക് മുമ്പ് കൃഷ്ണയിൽ ചെന്നില്ലെങ്കിലേ അവിടെയും കാണും 2 മൈൽ നീളത്തിലുള്ള ക്യൂ. എന്നാ പിന്നെ വന്നിട്ട് വിളിക്കാം. ഈ കുഴമ്പ് പുരട്ടിട്ടാ അതൊന്ന് തുടച്ചാ മതി. നീ നന്നായിരിക്കും. കുഴമ്പ് പുരട്ടി വെയിൽ കൊണ്ടാലേ വന്ന് മൂടി പൊതിച്ചൊരു കിടപ്പ് കിടന്നാ മതി. പിന്നെ എഴുന്നേക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞ ഇന്ന് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ? പാലുകാരും കടക്കാരും ഒക്കെ വാതൊക്കെ വന്ന് കൈ നീട്ടി തുടങ്ങി. ഓ, ശവവണ്ടി വന്നോ? ഉളുപ്പില്ലാത്ത രാത്രി മുഴുവൻ തണ്ണി അടിച്ച് വല്ല കടത്തിനേലും കിടന്നായിരിക്കും. കട തുറക്കാൻ വൈകി, പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ഓഹോ, എന്നാലേ പോയി ക്യൂ പാലിക്കൂ. ചെല്ല് ചെല്ല്. നാണോ ഞാൻ പോയി ക്യൂ പാലിക്കൂ. തനിക്ക് തോന്നുമ്പോഴാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഓശാരത്തിനല്ലല്ലോ. വെള്ളത്തിനൊരു പേര് ഞാനും കൊടുക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോ ഇളിച്ചോണ്ട് വരും. താൻ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഈ വണ്ടിക്ക് എന്ത് പിടിവലിയാൻ തനിക്കറിയാവോ? വണ്ണിയർ തെരുവ്, ശിവൻകോവിൽ തെരുവ്, ഒറ്റവട തെരുവ്, ഇവിടുന്നൊക്കെ ദിവസം ആളുകൾ വന്ന് എന്റെ കാല് പിടിക്കുക. പാലയൊക്കത്തും ഇല്ല വെള്ളം. പിന്നെ മലയാളികൾ താമസിക്കുന്ന ഒരു തെരുവാണല്ലോ എന്ന് കരുതി നമ്മളൊരു ഇളവ് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോ അത് ഇല്ലാതാക്കാൻ നോക്കുക അല്ലേ? പിന്നെ ഈ ജാട കാണിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ പാടനക്ക് പോവും. അവസാനം താനൊക്കെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഇവിടെ കിടന്ന് ചാവും. പോയി പറയിക്കണോ. നിങ്ങളൊക്കെ തോറ്റില്ല. ഒന്ന് പോണം. ഈ കുട ആരുടേതാ? അതിനാടില്ല. ഈ ആളില്ല കുട ആരുടേതാ? കുട ആരുടേതാ? ഈ ആളില്ല കുട ആരുടേതാ? അങ്ങനെ താന് പെടയിലോട്ടൊന്നും കയറണ്ട. അങ്ങ് പറയാ പോയി നിന്നാ മതി. കുട ആരുതമ്മ? ഇത് കാണില്ല. ആളില്ലെങ്കിൽ കുട ഒന്ന് മാറ്റി വെക്കടോ എന്നാണോ? മാറ്റ ആ കുട മാറ്റിട്ട് തന്റെ മാറ്റല്ലേ. അത് ആളില്ല കുടമല്ല, അത് ആളുള്ള കുടമാണ്. ഞാൻ വെച്ചതാ. ഒന്നോടൊന്നോ? അതെ, 2 കുടങ്ങൾ. മാറ്റ എന്തേ വെള്ളം പിടിക്കുന്നില്ലേ? ഞാൻ ഒത്തിരി പുറകിലായിപ്പോയി. മൂന്നേട്ടിന് എത്ര മണിക്ക് ഉണർന്നു? ഉണർന്നതൊന്നുമല്ല, കിടക്കുന്നതിന് മുമ്പ് രാത്രി 1 മണിക്ക് കുടം കൊണ്ടുവച്ചതാ. വല്ലവരും കുടം കട്ടോണ്ട് പോയിരുന്നെങ്കിൽ ഈ രഹസ്യം പുറത്ത് വിട്ടാലല്ലേ കള്ളന്മാർ വരൂ. ഇന്നെന്താ ഒരു ചമ്മന കുറിയൊക്കെ? കുളി കഴിഞ്ഞു? ഇന്ന്
ഇന്നത്തെ ദിവസത്തിന് ഇത്തിരി മഹാത്മ്യമുണ്ട്. എന്നുവെച്ചാ ഒക്കെ ഉണ്ട്. വൈകുന്നേരം വന്നിട്ട് വിശദമായി പറയാം. പൂന്തേട്ട, കുളി കഴിഞ്ഞെങ്കിൽ ഒരു പാത്രം വെള്ളം. അച്ഛന് പെൻഷൻ വാങ്ങാൻ ട്രഷറി പോണം. മുകളിലോട്ട് വാ. അതെ, ഞാൻ തന്നാണെന്ന് അച്ഛനോടും അമ്മയോടും പറയണം. അയ്യേ, ചീപ്പ് ചീപ്പ് ചീപ്പ്. ഔ, ചീപ്പ്. ഇതെങ്ങനെ ഇത്ര വേഗം കിട്ടി? അച്ഛന് ട്രഷറി പോണെന്ന് പറഞ്ഞ ഉടനെ മൂന്നേട്ടും തന്നാണമ്മേ. ആഹാ, അത് കൊള്ളാലോ. അല്ലേലും അവൻ സ്നേഹമുള്ള കൊച്ചനാണെന്ന് ഞാൻ പറയാറില്ലേ? കൂലി തരാം. ബഹളം വെക്കരുത്. എല്ലാവരും വരാം. ഇനി വണ്ടി ഓക്കെ. ഒരു ലിഫ്റ്റ് തരാം. അയ്യോ, കുറച്ചു നാളൂടെ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിടുകൂബിയേട്ടാ, നേരെ എത്രയെന്നറിയോ? എത്ര ആയാലും എന്താ, ഞാൻ വീട്ടിൽ എത്താൻ തോന്നുന്നില്ല എന്റെ പൊന്നെ. മതിന്നേ. ഈ മറുക് ചെറുപ്പത്തിലേ ഉള്ളതാ. മറുക് പിന്നെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കോ? ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഏറി പൊടിയാകത്ത്. അയ്യോ, എനിക്ക് ദേഹം മുഴുവൻ മറുകാണല്ലോ. തലവലാതിയാ. അതാ വരുന്നു. ആരാ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ഈ മൂരി ശൃംഗാരത്തിന്റെ ഓളി ഇത്തിരി കുറക്ക്. ഓ, എടുത്തുക്കുമാ. ചേട്ടാ, ഞാൻ പോവാട്ടോ. ഞാൻ ഓഫീസിൽ പോവാ. എല്ലാം പുതുസ്. മോളെ, ആ ടാറ്റ. രാമേട്ടോ, ഞാൻ പോവാ. മൂന്നാ ഈ എഴുത്തൊന്ന് പോസ്റ്റ് ചെയ്ത്. ആ, ശരി.
ഈ അലപലാതികളെ കൊണ്ട് തോറ്റു. ഇവന്റെയൊക്കെ ഒരു ഒടുക്കത്തെ കളി. അയ്യോ എന്ത് പറ്റി രാമൻകുട്ടി? നാളെ പോണ്ട. ചുമ്മാ അല്ലടാ നീ കുണം പിടിക്കാത്തത്. ഒരു പലചരക്ക് കച്ചവടക്കാരൻ ഈ രാജ്യത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ തെണ്ടി നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ നിന്നെ ഞാൻ ശരിയാക്കി. നിന്റെ പണി ചേട്ടാ ഞാൻ പെർമനന്റ് ആയി. ഒറ്റ പൂശുണ്ടല്ലോ. പോടോ എടാ. ഒന്ന് പോടോ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ പറ്റില്ല. ധൈര്യം ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടോ. അങ്ങനെ നിന്റെ അച്ഛൻ വരടാ. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. ഇങ്ങോട്ട് വാടാ. തരണെങ്കിൽ ഇങ്ങോട്ട് വാടാ. നീ എന്നെയാ കുറച്ച് നാളായി. അതെ ഞാനിന്ന് ഗീത ഞാനിന്ന് അതെ എന്റെ എന്റെ ജോലി ഇത് കണ്ടോ ചെറുക്കൻ പിന്നെ ദുബായ് നേച്ചിരിക്കുക പാന്റെ തുണി വേണ്ട വേണ്ട എത്ര പ്രാവശ്യം എഴുതിയാലും അവൻ ഇങ്ങനെ ഓരോ നേച്ചോണ്ടിരിക്കും. അവന്റെ കമ്പനിയുടെ ബ്രാഞ്ച് അജ്മാനിലും തുറന്നിരിക്കുന്നു അത്രേ. UAE എല്ലാ സ്റ്റേറ്റിലും ഇപ്പൊ ബ്രാഞ്ചായി. അബുദാബി, റാസൽ കൈമ, അലൈൻ, ദുബായ്, ഷാർജ, അജ്മാൻ. അജ്മാനിലെ ബ്രാഞ്ചിന്റെ ചാർജ് അവർ തന്നെ കിട്ടും അത്രേ. മോനെ എന്റെ മോനോട് പറയല്ല ചേട്ടാ എന്റെ ജോലി സദാനന്ദൻ ബഹുമെടുക്കനാ. ഇപ്പൊ തന്നെ അവന് 10,000 രൂപ ശമ്പളം ഇനിയും കൂടും. എന്റെ ജോലി നിനക്ക് ഈ തൊക്കണ ജോലി കളഞ്ഞിട്ട് ഗൾഫിൽ ഒറ്റ പോയിക്കൂടെ? ഞാൻ വേണേ സദാനന്ദൻ എഴുതാം. അതല്ല സദാനന്ദൻ കമ്പനി കാറ്, AC കാർ, AC ഫ്ലാറ്റ്, AC ഫ്രിഡ്ജ്, AC ചേട്ടാ ഞാൻ ഞാൻ എഴുതാം. അവനവന്റെ തള്ളക്കയറ്റ സാരി കണ്ടില്ല. അയ്യോ നിക്ക് അടുത്തോട്ട് വരാം. മൂന്തേട്ട ചായക്ക് കടിക്കാൻ എന്തുണ്ട്? സുമിത്ര കടിക്കാനൊന്നുമില്ല, ചായ വേണേ തരാം. എനിക്കൊന്നും വേണ്ട. ചായക്ക് കൂട്ടാൻ മൂന്തേട്ടന് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? ആ എന്താന്ന് പറ, ബുദ്ധിയുണ്ടോന്ന് നോക്കട്ടെ. എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് എനിക്കിഷ്ടമല്ലാത്ത ഒന്നുമില്ല. അങ്ങനെ തടി തപ്പാൻ നോക്കണ്ട. തടി തപ്പിയൊന്നുമല്ല. എന്നാ പറ. അത് പറ്റില്ല. അതെ നോക്കി പറയുന്നത് നല്ലത്. അയ്യേ ഇത് മരിച്ചീനിയല്ലേ, ഇതെനിക്ക് അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല. ഓഹോ എന്നാലിങ്ങി നന്നേക്ക്. കുഴപ്പമില്ല, സുമിത്ര കൊണ്ടുവന്നതല്ലേ, കഴിച്ചേളെ. നിർബന്ധമല്ലെന്നേ. ആഹാ നല്ല വെണ്ണ വെണ്ണ പോലുണ്ട് മരിച്ചീനി. ഈ മരിച്ചീനിക്ക് ഞാൻ പ്രതികാരം ചെയ്യാൻ പോവാ. കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പ്രഭാതത്തിന് ചിലതൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് പെർമനന്റ് ആയി. അതെ, DA, TA, ഹൗസ് റെന്റ്, ബോണസ് തുടങ്ങിയ എല്ലാ അവകാശങ്ങളും ഇനി കമ്പനി തരും. അപ്പൊ ഭാഗ്യായില്ലേ? അതാ ഞാൻ പറഞ്ഞത് മരിച്ചീനിക്കുള്ള പ്രതികാരം ഈ ബ്രീഫ് കേസിലുണ്ടെന്ന്. ശുഭകാര്യങ്ങൾ നടന്നാൽ മധുര വിതരണമാണ് അഭികാമ്യം. ഇതെന്തുവാ മൂന്തേട്ട? എന്ത് വിചാരിച്ചു എന്നെ പറ്റി? മുൻവശത്തെ വാതിലിൽ പിടിപ്പിക്കാനുള്ളതാ. മുകുന്ദൻ K കർത്ത. ആ ഇൻഷ്യൽ നടുവിൽ എഴുതിയണ്ടേ? K എന്നുള്ള ഇൻഷ്യലല്ല, മുകുന്ദ കൃഷ്ണൻ കർത്ത. അതാ എന്റെ മുഴുവൻ പേര്. ഇടയ്ക്കൊരു കൃഷ്ണൻ കിടപ്പുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി അങ്ങനെ എന്തൊക്കെ അറിയാനിരിക്കുന്നു. ഇപ്പൊ നെയ്യുമ്പോൾ അടുത്ത് തന്നെ വേറൊരു സൂത്രം വരും. അങ്ങനെ ഭാവിയിലേക്ക് ഓരോന്നോരോന്നായി സംഘടിപ്പിച്ചു വെക്കണ്ടേ. എന്നിട്ട് വേണം ഞാൻ സുമിത്രയോട്. ആണി കൊണ്ടുവാ, ഇപ്പൊ തന്നെ ഫിറ്റ് ചെയ്തളയാം. കൊള്ളാം, ഒരു ചന്തൊക്കെ ഉണ്ട്. നെയിം ബോർഡ് ഉദ്ഘാടനം സുമിത്രയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഞാൻ വിചാരിച്ച.
ഈ പെർമനന്റ് ആയ സ്ഥിതിക്ക് സുമിത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്ത്? ഞാൻ പെർമനന്റ് ആയ വകയിൽ നാളെ ഞായറാഴ്ചയാണല്ലോ, നല്ല തമാശയുള്ള ഒരു പടമുണ്ട്, മോർണിംഗ് ഷോയ്ക്ക് വരുന്നു. എന്നെ കൊണ്ടുപോവോ? തമാശയുള്ള പടം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചത്. എനിക്ക് സുമിത്രയെ ഭയങ്കര ഇഷ്ടമാണ്. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കിഷ്ടമാണെന്ന്. ഏ? പോകാം. ഒരു സെക്കൻഡ്. പെർമനന്റ് ആയെന്ന് മോള് പറഞ്ഞു. പിന്നെ സിനിമ കാണാൻ ആശ ഉണ്ടായിട്ടല്ല, മുകുന്ദൻ ക്ഷണിച്ചിട്ട് നമ്മൾ വന്നില്ലെങ്കിൽ അത് മുകുന്ദന് വിഷമുണ്ടാക്കുന്ന കാര്യമല്ലേ. അതാ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോകാം. അങ്കിൾ ഇതെങ്ങോട്ടെല്ലാരും കൂടെ? നമ്മുടെ മുകുന്ദൻ പെർമനന്റ് ആയി, ആ വകയിൽ ഒരു ആഘോഷം. സിനിമയ്ക്ക് പോകുക. നമ്മളെ ഒന്നും വിളിക്കൂലല്ലോ. അയ്യോ വേണേ പോവാ. ഇത്രയും പേര് ബസ്സിൽ കയറി പോകാൻ ബുദ്ധിമുട്ടാ. ഒന്ന് രണ്ട് ടാക്സി വിളിക്കാല്ലേ? നമ്മള് 4 പേരല്ലേ ഉള്ളൂ, ഒരു ഓട്ടോയിൽ പോയാ പോലെ. അപ്പൊ ഇവരൊക്കെയോ? നമുക്ക് ആഘോഷമായിട്ട് നീങ്ങാം. നീങ്ങാം. ചെല്ല് ചെല്ല്, താമസിക്കണ്ട, ചെല്ല്. ഓരോരുത്തരായിട്ട് അടിച്ചു നോക്കിയോ. മതി 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 മതി. ഈ വരുന്നവരൊക്കെ വാതിൽ തട്ടി വിളിക്കുന്നത് സുഖമുള്ള ഒരു ഏർപ്പാടല്ല. അതുകൊണ്ടൊരു കോളിംഗ് ബിൽ ഞാൻ അങ്ങ് ഫിറ്റ് ചെയ്തു. വേണേ കുമാരേട്ടൻ അടിച്ചു നോക്കിയോ. പറയുന്നേ, പിള്ളേർക്ക് തമാശ കളിക്കാനുള്ളതല്ല കോളിംഗ് ബെൽ. ഈ ഒറ്റ ശബ്ദമേ ഉള്ളൂ. ചുമ്മാതിരിക്കടാ. എന്ന് വെച്ചാ ഇത് ഔട്ട് ഓഫ് ഫാഷനാ. 54 ശബ്ദം കേൾപ്പിക്കുന്ന കാളിംഗ് ബെല്ലുണ്ട് ദുബായില്. നമ്മുടെ സൗകര്യത്തിൽ ട്യൂൺ ചെയ്ത് വെച്ചാ മതി. 54 ശബ്ദമുള്ളതൊന്നും ഒരിടത്തും കാണത്തില്ല. ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? ഊഹിച്ചൂടെ? അങ്ങനെ ഊഹിക്കാതെ സാധാരണ കൊണ്ടുവരുന്നുണ്ടോ പുതിയ വീട്ടിൽ വെക്കാൻ? അപ്പൊ എനിക്കൂടെ ഒന്ന് കാണിച്ചു തരണം. കാളിംഗ് ബെല്ല് എങ്ങനെ കാണിക്കുന്ന കേൾപ്പിക്കില്ല? എന്നാ കേൾപ്പിച്ചാ മതി. പുളു പുളു അടിക്കുന്നു. എന്താ വെറുതെ ഇവിടെ പറഞ്ഞ അടിച്ചു നോക്കിയോ. വായിക്കാൻ വരും. കാളിംഗ് ബെല്ല് ആരും കണ്ടിട്ടില്ലേ? ഇത് കാണാനുള്ളതാണ്, കേൾക്കാനുള്ളതല്ലേ. പോടാ. ഞാനിങ്ങനെ ഓരോരോ പരിഷ്കാരങ്ങൾ വരുത്തുന്നത് ആ കുളൂസ് നായർക്ക് പിടിക്കുന്നില്ല. ഞാനെന്ന് പറഞ്ഞില്ലേ, നെയിം ബോർഡ് മാത്രമല്ല വേറെയും പല സൂത്രങ്ങൾ ഏർപ്പാടാക്കാൻ പോവാണെന്ന്. നല്ല രസമുണ്ടല്ലേ? ഇതിന് എത്ര രൂപയായി? എത്ര രൂപയായാലെന്താ, പെർമനന്റ് ആയതുകൊണ്ട്
ബോണസ്, ഹൗസ് റെന്റ് ഒക്കെ കമ്പനി തരുമല്ലോ. DA. സുമിത്ര വേണമെങ്കിൽ ഒന്ന് അമർത്തിക്കോളൂ. നിക്കേ, ഞാൻ അകത്ത് കയറി വാതിലടയ്ക്കാം, എന്നിട്ട് അടിച്ചാ മതി. നിക്ക് വാതിലടയ്ക്കട്ടെ. യെസ്. സുമിത്രയോ? കം ഇൻസൈഡ്. Come inside. കണ്ടു ഞാൻ ചോദിച്ചു, പൂവേ പൂങ്കവേ കുങ്കുമം ആരു തന്നു? പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു, പൂവേ പൂങ്കവേ കുങ്കുമം ആരു തന്നു? പുലർവേല തൻ പൂഞ്ചോലയിൽ നീരാടിയൻ ആരോമലാൾ ഇതിലേയും വന്നോ? പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു, പൂവേ പൂങ്കവേ കുങ്കുമം ആരു തന്നു? പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു, പൂവേ പൂങ്കവേ കുങ്കുമം ആരു തന്നു?
ഗമ 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 പദനിരിസ